താഴേക്കോട് പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിന്റെ പ്രവർത്തനവും ആശ്രയ ഫണ്ട് തടഞ്ഞുവെച്ചതും അടക്കമുള്ള വിഷയങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്ന് വനിതാ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 31 രാവിലെ 10 ധർണ. പഞ്ചായത്ത് കുടുംബശ്രീയുടെ സഹകരണത്തോടെ നടത്തിവരുന്ന കരിങ്കലത്താണിയിലെ ജനകീയ ഹോട്ടൽ ലൈസൻസ് ഉള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക, സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്ന ആശ്രയ ഫണ്ട് തുടർന്നും നൽകി ഗുണഭോക്താക്കളുടെ സംരക്ഷണം ഉറപ്പാക്കുക, പാണമ്പിയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ഹോട്ടലിന് തടഞ്ഞുവച്ചിരിക്കുന്ന വാടകയും മറ്റ് ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. കരിങ്കലത്താണിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടൽ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയയിലാണെന്നും അതിന് നമ്പറില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. 2.5 വർഷത്തോളമായി ഇതിന് മാസം 8000 രൂപ വീതം പഞ്ചായത്ത് വാടക നൽകുന്നുണ്ട്. വാടക 10% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ അജണ്ട വെച്ചിരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. പാണമ്പിയിൽ പ്രവർത്തിച്ചിരുന്ന ജനകീയ ഹോട്ടൽ രാഷ്ട്രീയ വിരോധം വെച്ച് പഞ്ചായത്ത് പൂട്ടിച്ചെന്നും ഇതിന്റെ നടത്തിപ്പുകാർ വലിയ സാമ്പത്തിക ബാധ്യതയിലാണെന്നും പറഞ്ഞു. ഇതുവരെ അവർ അനധികൃതമായിട്ട് കൈപ്പറ്റിയ അത്രയും വാടക ഇനം തിരിച്ചടക്കുന്ന ഒരു സംവിധാനം കാണണമെന്ന് കൂടിയാണ് ഞങ്ങളുടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഈ ജനകീയ ഹോട്ടൽ 2021 അതായത് ഇത് നമ്മുടെ CDS ചെയർപേഴ്സൺ കൂടിയായിരുന്നു, മുൻ CDS ചെയർപേഴ്സൺ കൂടിയായിരുന്നു. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അവിടെ 2021 പാണമ്പിയിൽ ഒരു ജനകീയ ഹോട്ടൽ ആരംഭിച്ചിരുന്നു. അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ കൂടെ പാർട്ട്ണറായിട്ട് അവർ ജോലി ചെയ്തിരുന്നത് സീനത്ത് കിഴക്കേക്കര എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ അവിടെ പലപ്പോഴായിട്ട് 4 മാസത്തോളം ഈ സ്ഥാപിക്കുകയും അതിലൊരു പാർട്ട്ണറായിരുന്നു. കാരണം ജനകീയ ഹോട്ടൽ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ചിട്ടാണ് ആ ഒരു സ്ഥാപനം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ നിർബന്ധിതമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ, CPMന്റെ പ്രാദേശിക നേതാക്കൾ ഈ സീനത്ത് കിഴക്കേക്കരയെ കണ്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ CDS ചെയർപേഴ്സണായി സ്ഥാപിക്കുക, അവിടെ സ്ഥാപിക്കുക എന്നൊരു വ്യക്തിയല്ല, അവരുടെ രാഷ്ട്രീയത്തെ നോക്കിക്കൊണ്ട് തന്നെ സ്ഥാപിക്കുക എന്നൊരു വ്യക്തി അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീയുടെ നിർബന്ധം കാരണം സ്ഥാപിക്ക 4 മാസത്തിന് ശേഷം അതുവരെയുള്ള ബാധ്യതകളെല്ലാം നീക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ആ ജനകീയ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. പിന്നെ ആ സ്ത്രീ ഒറ്റക്കാണ് അത് കൊണ്ടുനടന്നത്. പിന്നീട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് അവർക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്ന് ജില്ലാ മിഷനിൽ നിന്ന് കിട്ടിയിരുന്നു. പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് പ്രബീന ഹബീബ്, ജനറൽ സെക്രട്ടറി അഫ്സദ് ഹംസ, ട്രഷറർ നിഷാദ് ബാനു, മണ്ഡലം ട്രഷറർ സാബിക സത്താർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് VP റഷീദ്, ജനറൽ സെക്രട്ടറി MT അഫ്സൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.